ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹെയർസിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ എല്ലാവരും മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രതാപൻ. ഹൈറിച്ച് പ്രതാപൻ ജയിലിലായിട്ട് 7 മാസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പ്രതാപൻ്റെ കേസ് ഉണ്ടായിരുന്നു. പ്രതാപൻ്റെയും കൂട്ടാളികളുടെയും 37 കൂട്ടാളികളുടെയും കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റി പ്രതാപൻ എത്ര ദിവസം വരെയാണ് പ്രതാപൻ്റെ ജയിൽവാസം എക്സ്റ്റെൻഡ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ പ്രതാപൻ്റെ ജയിൽവാസം 19/4/2025 വരെ, വിഷു കഴിഞ്ഞ് 4 ദിവസവും കൂടി. അപ്പോൾ പ്രതാപൻ്റെ വിഷു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പ്രതാപൻ്റെ വിഷു ജയിലിലാണ്. പ്രതാപൻ ജയിലിൽ നിന്ന് എലിവാണം വിടാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഗുണ്ടൊന്നും പൊട്ടിക്കാൻ സാധിക്കില്ല. വേണമെങ്കിൽ വെലിവാണം വിടാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ ഇന്ന് 15 പ്രതികൾ കോടതിയിൽ ഹാജരായിട്ടുണ്ട്. 1 2 3 4 9 പേര്, 8 പേര് ഇന്ന് കോടതിയിൽ ഹാജരായിട്ടില്ല. ബാക്കി മറ്റുള്ളവരുടെ വക്കീലന്മാർ ഹാജരായി. അതുപോലെ തന്നെ പ്രതാപനെ VCയിൽ ഹാജരാക്കി വീഡിയോ കോൺഫറൻസിലൂടെ കോടതി മുറിയിൽ കണ്ടു എന്നാണ് പറയുന്നത്. പ്രതാപൻ്റെ റിമാൻഡ് EDയുടെ കസ്റ്റഡി 19/4/2025 വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്തയാണ്. ഇപ്പം പ്രതാപിന് ഇന്ന് ആർക്കും വേണ്ട, ശ്രീനക്ക് പോലും വേണ്ട എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്പീല് ജാമ്യ കേസൊക്കെ അവിടെ കിടക്കൂലേ. ഇനിയിപ്പോൾ അതിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ട് എന്താ വേണ്ടേ? ഒരുപാട് കേസുകളിൽ ഫോർമൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കറിയാം ഇനി ആ ജാമ്യം കിട്ടിയിട്ടൊന്നും കാര്യമില്ല, ഈ പുള്ളിക്കൊന്നും പുറത്തിറങ്ങാൻ ഇനി 1 വർഷം കഴിഞ്ഞാലും പറ്റൂല എന്നുള്ള ബോധ്യത്തിൻ്റെ പുറത്താണ് ഇവനെ ജാമ്യത്തിൽ പോലും, അല്ലെങ്കിൽ ജാമ്യത്തിൻ്റെ അപേക്ഷ പോലും സമർപ്പിക്കാത്തത്. ബൈ.